നമസ്കാരം ഗൈസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബിഗ് ബോസ് തന്നെ ആക്ച്വലി ക്യാരറ്റ് ഇഷ്യൂ. അക്ബറും അനുവായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ഉണ്ടായിരുന്നു. അനു നല്ല രീതിയിൽ അക്ബറിനെ തേച്ചൊട്ടിച്ചു. ഓക്കെ, ബാറ്ററി പോറായി. തേച്ചൊട്ടിച്ചു. അതേപോലെ നല്ല രീതിയിൽ ഫൈറ്റ് ആയിരുന്നു. പക്ഷെ അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല, ലൈവിലാണ് കാണിച്ചിരിക്കുന്നത്. എപ്പിസോഡിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചില കമന്റ്സ് പറയുന്നുണ്ട് അക്ബറിനെ സേവ് ആക്കാൻ വേണ്ടിയിട്ടാണെന്ന്. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം, ഈവൻ നമ്മളൊക്കെ ലൈവ് കണ്ടാണ്, ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം ആക്ച്വലി ഈ ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ടെന്നും ഈ ഒരു കോൺവെർസേഷൻ അവിടെ നടന്നിട്ടുണ്ടെന്നും. ആ ഒരു കോൺവെർസേഷൻ പുറത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുവിന് നല്ല രീതിയിൽ ഫാൻ പവർ കൂടുന്നുള്ള കാര്യമൊക്കെ അറിയാവുന്നതാണ്. കാരണം അക്ബറിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോകുന്ന രീതിയിൽ അവിടെ സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ ലൈവും എപ്പിസോഡും നോക്കിയാൽ മനസ്സിലാവും അനുവിന്റെ ചില സംഭവങ്ങളൊന്നും പുറത്തോട്ട് കാണിക്കുന്നില്ല. ഒരു സൈഡാക്കുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് ഫീൽ ചെയ്തു, നിങ്ങൾക്ക് ഫീൽ ചെയ്തു എന്നുള്ളത് കമന്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ എപ്പിസോഡ് മാത്രം കാണുന്നവരുണ്ട് 24/7. ഇപ്പോൾ നമ്മൾ ഈ കണ്ടന്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ, യൂട്യൂബേഴ്സ് കണ്ടന്റ് ആയിട്ട് ഇരിക്കുന്നത് തന്നെ സമയം ഇത് നമുക്കൊരു ഏണിംഗ് ആണ്. ടു ബി ഫ്രാങ്ക് പറയാലോ, എല്ലാവരും ഇത് ചെയ്യുന്നത് ഫോർ ഏണിംഗ് തന്നെയാണ്. അപ്പൊ നമ്മളിത് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇതിനൊന്നും സമയമില്ലാതെ, എന്നാൽ ഇതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിട്ടും സമയമില്ലാതെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു റിസോർട്ടിൽ പോയി കഴിയുമ്പോൾ, ഒരു പോഡ്കാസ്റ്റിന്റെ ഇതിന് റിസോർട്ടിൽ പോയപ്പോൾ അവിടെ അടുക്കളയിൽ നിൽക്കുന്ന ചേച്ചി, ആ റിസോർട്ടിന്റെ ഇൻചാർജ് കുക്കിംഗ് ആ ചേച്ചിയാണ്, ഈ സാധനം പ്ലേ ചെയ്തിട്ടുകൊണ്ടാണ്, അതായത് ബിഗ് ബോസ് പ്ലേ ചെയ്തിട്ടുകൊണ്ടാണ് അവർ കുക്ക് ചെയ്യുന്നത്. അപ്പൊ അവർ നമ്മളോട് സംസാരിക്കുകയും ചെയ്തു, ഡിസ്കസ് ഒക്കെ ചെയ്യുകയും ചെയ്തു. അപ്പോൾ വീട്ടിലുള്ളവർക്കൊക്കെ പറ്റും, പക്ഷെ എന്നാലും ഒട്ടുമിക്കവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ എപ്പിസോഡ് മാത്രം ഫോക്കസ് ചെയ്യുന്നവരുണ്ട്, അവർക്ക് ഈ സാധനം നല്ല രീതിയിൽ മിസ്സാവും. അപ്പൊ അനുവിനുള്ള വോട്ടും ഇതും കുറയാൻ ചാൻസ് ഉണ്ട്. അതേപോലെ അനുവിന്റെ പോസ്റ്റിൽ വന്നൊരു സാധനമാണ്, ഇന്നലെ നെവിൻ പറയുന്നുണ്ട് നീ ഒരു വിഷാണെന്ന്. അത് ശരിക്കും റെനയാണ് പറഞ്ഞത്, പക്ഷെ അത് അനുവിനായിട്ട് പറഞ്ഞതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അത് ഈ ലൈവ് എന്ന് പറയുന്നതും സ്പോട്ട് ലൈവ് അല്ല മച്ചാമാരെ. അതിന്റെ ബിഗ് ബോസ് ഒരിക്കലും ഒരു സ്ക്രിപ്റ്റഡ് അല്ല. ടാസ്ക് മറ്റു കാര്യങ്ങളെല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. ഇന്ന ടാസ്ക് കൊടുക്കണം, അതിന് ഇന്ന സാധനങ്ങൾ ഇങ്ങനെയൊക്കെ വേണം, ആർട്ട് ടീമിന് നമ്മൾ ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കും. പക്ഷെ ബാക്കിയുള്ളതെല്ലാം എഡിറ്റഡ് ആണ്. ഇറ്റ്സ് എഡിറ്റഡ്, ഇറ്റ്സ് ഹൈലി എഡിറ്റഡ്. ഓക്കെ, അപ്പം അതിനകത്ത് അവർ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാവരുതെന്ന്. അതായത് നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാൻ, തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ ആവരുതെന്ന്, തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ ആകരുതെന്ന്. അത് ഞാൻ ഊന്നി പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു എക്സ് കണ്ടസ്റ്റന്റ് ആണ്, ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നുള്ളൊരു സംഭവം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോ അതിനകത്ത് എന്തിനാണ് അങ്ങനെ ഒരു ഫേവറിസം കാണിക്കുന്നത്, അല്ലെങ്കിൽ അക്ബറിനെ കുറച്ച് ഹൈപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിൽ എന്തിനാണ് കാര്യങ്ങൾ ചെയ്യുന്നത്? ആ ഒരു ഷോ അതിന്റെ രീതിയിൽ പോകുമ്പോൾ, ലൈക്ക് ഞാനൊരു എക്സ് കണ്ടസ്റ്റന്റ് ആണ്, അപ്പം ഞാൻ അതിനകത്ത് പറയുന്നത് എഡിറ്റഡ് ആണ്. ഞാൻ പുറത്തിറങ്ങി കഴിയപ്പോഴും ഞാൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയ പല വഴക്കും കാര്യങ്ങളൊന്നും എനിക്കും പൊടി പോലുമില്ല കണ്ടുപിടിക്കാന്നുള്ള അനിസ്പ്രയുടെ പരസ്യം പോലെ ആയിട്ടുണ്ട്. അപ്പൊ ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് അതിനകത്ത് കാണിക്കാൻ. ഞാനത് അനുമോള് പറയുന്നുണ്ട്, എനിക്ക് ഓൾറെഡി ഫേം ഉണ്ട്, എനിക്ക് ഇവിടെ നിന്ന് ഫേം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, പൈസ ആയിരുന്നു, കണ്ടന്റ് ഉണ്ടാക്കുന്നു, അതുകൊണ്ടൊക്കെയാണോ ഏതൊന്നും അറിയത്തില്ല, ഈ ഒരു സിറ്റുവേഷൻ അതിനകത്ത് കാണിച്ചിട്ടില്ല. അതേപോലെ അനുവിന്റെ ഇതിൽ വന്നിരിക്കുന്ന ഒരു സ്റ്റോറിയും അത് ഏഷ്യനെറ്റിനെ ടാഗ് ചെയ്തിട്ടാണ് അവർ ഇട്ടിരിക്കുന്നത്. വൈ ഗൈസ്?